വെൽക്കം ടു KNTILA ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിലും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട 26ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. അപ്പോൾ 26ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രോബ്ലം അനുസരിച്ചിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. സോ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ അത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, സൈൻ 90 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി, സൈൻ 90 ഡിഗ്രി മൈനസ് 49 ഡിഗ്രിയാണ്. 49 ഡിഗ്രി ഡിവൈഡഡ് ബൈ കോസ് 49 ഡിഗ്രി എന്നായിട്ട് ഇക്വേഷൻ മാറുകയാണ് ചെയ്യുക. അപ്പോൾ സൈൻ 90 മൈനസ് 49 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ അത് എത്രയാണ്, കോസ് 49 ഡിഗ്രിയാണ്. ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് 49 ഡിഗ്രി എന്ന് പറയാം. വെട്ടിക്കളയുക, സിംപ്ലിഫൈ ചെയ്യുക, വാല്യൂ എന്ന് പറയുന്നത് 1 എന്നായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, കോസ് തീറ്റയാണ് എന്നുള്ള ആ കണ്ടീഷനാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 26ാമത്തെ പ്രോബ്ലം കിട്ടിയല്ലോ. ഇനി നമുക്കിതിൽ വരുന്ന 27ാമത്തെ പ്രോബ്ലം നോക്കാം. സോ 27ാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് തന്നിട്ടുള്ള വാല്യൂ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, ടാൻ 90 ഡിഗ്രി മൈനസ് 61 ഡിഗ്രി ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ കോട്ട് 61 ഡിഗ്രി എന്നായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ടാൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റയാണ്. അപ്പോൾ ഇത് എത്രയായിട്ട് മാറും, കോട്ട് 61 ഡിഗ്രി ദെൻ ഡിവൈഡഡ് ബൈ കോട്ട് 61 ഡിഗ്രി വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറുന്നു, 1 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കിട്ടിയില്ലേ? ഇനി ഇതിൽ വരുന്ന 28ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. 28ാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് തന്നിട്ടുള്ള ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കൊസീക്ക് 90 ഡിഗ്രി മൈനസ് 20 ഡിഗ്രി, കൊസീക്ക് 90 ഡിഗ്രി മൈനസ് 20 ഡിഗ്രി ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, സെക്ക് 20 ഡിഗ്രി എന്നായിട്ട് ഇത് മാറുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, സെക്ക് 20 ഡിഗ്രി ഡിവൈഡഡ് ബൈ സെക്ക് 20 ഡിഗ്രി ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരുന്നു, 1 എന്ന് പറയുന്ന റിസൾട്ട് നമുക്കിവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന 29ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം. 29ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തന്നിട്ടുള്ള വാല്യൂസിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. റീഅറേഞ്ച് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, കോസ് 90 ഡിഗ്രി മൈനസ് 37 ഡിഗ്രി മൈനസ് സൈൻ 37 ഡിഗ്രി എന്നായിട്ട് ഇത് മാറുന്നു. അപ്പോൾ ഇത് കോസ് 90 ഡിഗ്രി മൈനസ് 37 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ അത് സൈൻ 37 ഡിഗ്രിയാണ്. ദെൻ മൈനസ് സൈൻ 37 ഡിഗ്രി ദാറ്റ്സ് ഈക്വൽ ടു റിസൾട്ട് എന്തായിട്ട് മാറുന്നു, 0. ഇനി ഇതുപോലെ തന്നെ 30ാമത്തെ ക്വസ്റ്റ്യൻ വെരി സിമ്പിളാണ്. ഇതുപോലെ തന്നെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടാൻ 90 ഡിഗ്രി മൈനസ് 48 ഡിഗ്രി മൈനസ് കോട്ട് 48 ഡിഗ്രിയാണ്. അപ്പോൾ ടാൻ 90 ഡിഗ്രി മൈനസ് 48 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ അത് കോട്ട് 48 ഡിഗ്രി ദെൻ മൈനസ് കോട്ട് 48 ഡിഗ്രി ദാറ്റ്സ് ഈക്വൽ ടു റിസൾട്ട് എന്തായിട്ട് മാറുന്നു, 0 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് ആൻസർ എത്തിച്ചേരുകയാണ്. പ്രോബ്ലം ചെയ്യുക, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.